ആ ഇവിടെ ഇരിക്കുകയാണോ? ഞാൻ വീട്ടിൽ പോയിരുന്നു. അച്ഛനെ കണ്ടു. അച്ഛനെല്ലാം പറഞ്ഞു. എന്താ സംഭവം? അച്ഛന് വയ്യ, ഞാനൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് വേഗം വരാം. നിന്നെ വിളിച്ചപ്പോ നീ വയ്യാത്ത കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ. എടി, നീ എന്നെ വിളിച്ചതിന് ശേഷം അച്ഛന് വയ്യാത്ത കാര്യം അച്ഛൻ എന്റെ അടുത്ത് ഒന്ന് പറഞ്ഞു. അതിന് ടൈം എടുക്കില്ല, പെട്ടെന്ന് വരാം. നിന്റെ അച്ഛനെ കണ്ടിട്ട് എനിക്ക് വയ്യാത്ത പോലെ തോന്നില്ലല്ലോ. എന്തായാലും ഇതുവരെ കൊണ്ടെത്തിച്ചില്ലേ, ബാക്കി അങ്ങനെ നോക്കിക്കോളും. നീ വന്ന്. എടി, അച്ഛൻ ഒറ്റക്ക് എങ്ങനെ? ഞാൻ മോനെ, എന്റെ കാര്യം നോക്കണ്ട, കൊച്ചിന്റെ ഒപ്പം പൊക്കോ. അച്ഛനെ നോക്കാൻ അവിടെ ഒരുപാട് പേരുണ്ട്. അവിടെ ആ കൊച്ചിനെ വിഷമിപ്പിക്കണ്ട. കേട്ടില്ല അച്ഛൻ പറഞ്ഞത്? നീ ബൈക്ക് എടുത്തോണ്ട് വന്നേ. നീ പോയിക്കോ, എനിക്ക് അച്ഛനെ നോക്കാം. എല്ലാം കഴിഞ്ഞിട്ട് വരാൻ പറ്റും. നിന്റെ പരിപാടി കഴിഞ്ഞിട്ട് നീ വരാൻ നിൽക്കണ്ട. നീ എന്നെ മറന്നേക്ക്. നമ്മൾ തമ്മിൽ ഒരു ബന്ധമില്ല. എന്റെ ഫ്രണ്ട്സിന്റെ പരിപാടിയല്ലേ, എന്നെ കൊണ്ടുപോകാൻ ഒരുപാട് പേരുണ്ട്. പിന്നെ എന്റെ പേരിൽ എടുക്കുന്ന ലോണില്ലേ, അത് മോനെങ്ങും മറന്നേക്ക്. സിബിലും നല്ല സാലറി ഇല്ലാത്ത നിനക്ക് ബിസിനസ് തുടങ്ങാൻ ലോൺ എടുത്തു തരാൻ നിന്ന് ഞാൻ വെറും മണ്ടി. എനിക്ക് വാല്യൂ തരാത്ത നിനക്ക് ഇതിന്റെ ഒരു ആവശ്യമില്ല. ബൈ. അല്ലെങ്കിൽ മുറപ്പെണ്ണിനെ കളഞ്ഞിട്ട് വേറെ പെമ്പിള്ളേരെ പുറകെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയാ. എടാ, അവള് നിനക്ക് ശരിയാവില്ല. തൊട്ടേനും പിടിച്ചതിനൊക്കെ ഇങ്ങനെയുണ്ടോ കുട്ടികൾക്ക് ദേഷ്യം? അത് വിട്. ഇതിപ്പോ എത്രാമത്തെ തവണയാ? പോകുന്നില്ലേ ഇനി കയ്യും കാലും പിടിക്കാൻ? ഒന്ന് നിർത്താവോ? അച്ഛന്റെ മുട്ടിന്റെ ഓപ്പറേഷന്റെ കാര്യം ഓർത്തിട്ട് പ്രാന്ത് പിടിച്ചിരിക്കണാണ്. 4 മാസത്തിനുള്ളിൽ സർജറി വേണമെന്ന് ഡോക്ടർ പറഞ്ഞേക്ക്. ഏകദേശം 90,000 രൂപയെങ്കിലും ആവും. ഒരു മെഡിക്കൽ ഇൻഷുറൻസ് ഇല്ല. ലോൺ എടുക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ സിബിൽ ഇല്ലാത്തതുകൊണ്ട് അത്ര റിജക്റ്റ് ആയി. ഇനിയിപ്പോ ഞാൻ കാശിന് അവിടെ പോകാനാണ്. 4 മാസം കൂടെ ഇല്ലേ? കറക്റ്റ് ആയിട്ടൊന്ന് പ്ലാൻ ചെയ്യ്. എങ്ങനെ? ആദ്യം നമുക്ക് സിമ്പിൾ ആയിട്ട് സിബിൽ സ്കോർ ഉണ്ടാക്കാം, എന്നിട്ട് ലോൺ എടുക്കാം. എന്റെ പൊന്നു മോളെ, തമാശ പറയാനുള്ള നേരമല്ലേ? എടാ, ഇത് തമാശയല്ല. നിനക്ക് ZApp FD ക്രെഡിറ്റ് കാർഡ് അറിയോ? പെട്ടെന്ന് തന്നെ നമുക്ക് ലോൺ അപ്രൂവൽ ആവണമെന്നുണ്ടെങ്കിൽ നല്ല ക്രെഡിറ്റ് സ്കോർ വേണം. അതിന് ZFD ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്താൽ മതി. 2000 രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. 2000 രൂപക്ക് FD തുടങ്ങി കഴിഞ്ഞാൽ ക്രെഡിറ്റ് കാർഡ് കിട്ടും? എടാ അതെ, നമ്മുടെ FD RBI ഇൻഷുർഡ് ആണ്. 7% വരെ നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടും. ആ FD തുകയുടെ 90% നമുക്ക് ക്രെഡിറ്റ് ലിമിറ്റ് ആയിട്ട് ലഭിക്കും. അപ്പോ ഞാൻ ചെലവഴിക്കുന്നതിലൂടെ എന്റെ ക്രെഡിറ്റ് സ്കോറും കൂടും? അതെ, 3-4 മാസം നമ്മൾ ശരിയായിട്ട് ഉപയോഗിച്ച് എല്ലാ ബില്ലും സമയത്തിന് അടച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്കോർ 750 മുകളിലേക്ക് പോകും. അപ്പൊ എല്ലാ ബാങ്ക് കുറഞ്ഞ പലിശയ്ക്ക് നമുക്ക് ലോൺ തരും. അല്ല, എനിക്ക് ഡോക്യുമെന്റ്സ് അല്ലെങ്കിൽ ഇൻകം പ്രൂഫ് ഒന്നും കാണിക്കാനില്ലല്ലോ. എടാ, ഇൻകം പ്രൂഫും വേണ്ട, സാലറി സ്ലിപ്പും വേണ്ട. സിമ്പിൾ പ്രോസസ്സാ, ബിഗിനേഴ്സിനും പറ്റും. സോ എന്റെ ഫണ്ട് സേഫ് ആയിരിക്കും, പലിശയും കിട്ടും, പിന്നെ സിബിൽ സ്കോർ 750+ മേളിൽ പോവുകയും ചെയ്യും. അതേടാ, ഇപ്പൊ നീ ചെറിയതിന്ന് തുടങ്ങിയാൽ മതി. അച്ഛന്റെ സർജറി സമയത്ത് ലോണിന് അപേക്ഷിക്കുമ്പോൾ നല്ല സിബിൽ സ്കോർ ഉണ്ടാവാൻ ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഞാൻ സെക്യൂരിറ്റി കാർഡ് അപ്ലൈ ചെയ്യും. അതാണ് ഞാനും പറഞ്ഞത്. പണം കുറവോ കുറഞ്ഞ ക്രെഡിറ്റ് സ്കോറോ നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളും സ്വപ്നങ്ങളും തടയാൻ അനുവദിക്കരുത്. ചെറിയതിൽ നിന്ന് തുടങ്ങൂ, വലിയ നേട്ടം നിർമ്മിക്കൂ. ZApp ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ ക്രെഡിറ്റ് യാത്ര ആരംഭിക്കൂ. ബയോ ലിങ്ക് ഇപ്പോൾ തന്നെ ക്ലിക്ക് ചെയ്യൂ.